ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ ആണ്. സോ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ കൊണ്ടുവന്നു എന്ന് ആദ്യം നോക്കാം. ആൻ എറർ ഇൻ വൺ പ്രോഗ്രാം ക്യാൻ അഡ്വേഴ്സ്ലി അഫക്റ്റ് മെനി പ്രോസസ്സ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനൊരു എറർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പല പ്രോസസ്സുകളെയും അത് ബാധിക്കാം. ഇറ്റ് മൈറ്റ് ബി മോഡിഫൈഡ് ഡാറ്റ ഓഫ് അനദർ പ്രോഗ്രാം. ഇപ്പോൾ ഒരു പ്രോഗ്രാമിനകത്ത് ചേഞ്ച് വന്ന ഒരു പക്ഷേ മറ്റൊരു പ്രോഗ്രാമിനകത്തും മോഡിഫിക്കേഷൻസ് ഒക്കെ വരാം. ഓർ ഓൾസോ ക്യാൻ അഫക്ട് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതേപോലെ തന്നെ ചിലപ്പോൾ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും ബാധിക്കാം. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോസസ്സ് ഇൻഫിനിറ്റ് ലൂപ്പിൽ സ്റ്റക്കായി കടന്നു. അങ്ങനെ അതൊരു ഇൻഫിനിറ്റ് ലൂപ്പിൽ സ്റ്റക്കായി കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സുകളെയൊക്കെ അതെന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് ബാധിക്കാം. സോ ടു എൻഷുർ ദ പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും ബാധിക്കാം. സോ എന്ത് ചെയ്യും, ഇത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആവട്ടെ പ്രോസസ്സുകളുടെയൊക്കെ ആവട്ടെ അവരുടെയൊക്കെ പ്രോപ്പർ എക്സിക്യൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് യൂസർ മോഡ്, പിന്നെ ഒന്ന് കേർണൽ മോഡ്. When the computer system is run by user application like creating text document or using any application program, then the system is in user mode. നമ്മുടെ സിസ്റ്റമൊക്കെ നമ്മൾ ഓണാക്കി നമ്മളുടെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം കൊടുക്കാവും, ചിലപ്പോൾ കോഡിംഗ് ആവും, എനിവേ നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ യൂസർ മോഡ് ആക്റ്റീവ് ആവുക. When the user application requests for a service from the operating system or an interrupt occurs or system call, then there will be transition from user to kernel mode to fulfill the request. അതായത് നമ്മളിങ്ങനെ യൂസർ മോഡിൽ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഒരു ഇൻ്ററപ്റ്റ് വരിക, എന്തെങ്കിലും ഒരു സിസ്റ്റം കോൾ വരിക, എന്തോ ഒരു ഇൻ്ററപ്റ്റ് എനിത്തിങ്, എന്തോ ഒരു നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പെർഫോം ചെയ്യാനുള്ള ഒരു ടാസ്ക് വരുമ്പോൾ അതിന് പ്രിവിലേജ് വരും. അപ്പോൾ ആ പ്രയോറിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഈ മോഡിനകത്തൊരു ട്രാൻസിഷൻ വരും. അതായത് അതുവരെ യൂസർ മോഡിൽ ഉണ്ടായിരുന്ന നമ്മുടെ സിസ്റ്റം കുറച്ച് നാനോ സെക്കൻഡ്സിന് വേണ്ടി മാത്രം കേർണൽ മോഡിലേക്ക് ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആയി മാത്രമേ സിസ്റ്റം കോളും ഇൻ്ററപ്റ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്, അത് ഇമ്പാക്റ്റ് വരും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മോഡ് ഓഫ് എക്സിക്യൂഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ആ യൂസർ ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന ടൈമിൽ യൂസർ മോഡ് ആക്റ്റീവ് ആവും, അതായത് ബിറ്റ് 1 ആവും. ടു സ്വിച്ച് ഫ്രം കേർണൽ മോഡ് ടു യൂസർ മോഡ് ദ മോഡ് ബിറ്റ് ഷുഡ് ബി 1 എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. സോ യൂസർ മോഡിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് മോഡ് ബിറ്റ് 1 ആയിരിക്കും. പക്ഷേ പെട്ടെന്നൊരു ഇൻ്ററപ്റ്റോ സിസ്റ്റം കോളോ വന്നു കഴിഞ്ഞാൽ ഈ 1 എന്നുള്ളത് കേർണൽ മോഡിലേക്ക് മാറും. എങ്ങനെ, ബിറ്റ് 0 ആയി മാറും. സോ ആ ടൈമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോം ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ യൂസർ ബിറ്റ് അല്ലെങ്കിൽ ബിറ്റ് 1 ആയി മാറും. സോ യൂസർ മോഡിലേക്ക് തിരിച്ചു വരും. അതായത് യൂസർ മോഡിലായ ടൈമിൽ പെട്ടെന്ന് ഇൻ്ററപ്റ്റ് വരുമ്പോൾ ഒരിക്കലും അത് യൂസർ ആപ്ലിക്കേഷൻസിനെയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയോ ഒന്നും നെഗറ്റീവായി ബാധിക്കാതിരിക്കും. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സിങ്ക്രണൈസേഷൻ ചെയ്യുകയാണ്. ഇത്ര ടൈമിൽ ഇനി യൂസർ മോഡാണെങ്കിൽ പെട്ടെന്ന് ഇൻ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കേർണൽ മോഡിലേക്ക് ചേഞ്ച് ആയിട്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും യൂസർ മോഡിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് കേർണൽ മോഡ്. When the system boots, hardware start in kernel mode and when the operating system is loaded, it start user application in user mode. നമ്മളൊരു സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് ബൂട്ടിങ് നടക്കും. ബൂട്ടിങ് നടക്കുമ്പോൾ നമ്മുടെ കേർണൽ മോഡാണ് ഓൺ ആവുക. എന്നിട്ട് നമ്മുടെ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും ഒക്കെ എന്താ പറയുക, അവരൊക്കെ ലോഡായതിന് ശേഷം, അതായത് അവരേ കേർണൽ മോഡായിരിക്കും ആക്റ്റീവ് ആവുക. കാരണം സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത് കേർണൽ മോഡിലായിരിക്കും. അങ്ങനെ എല്ലാം ലോഡായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, യൂസർ ആപ്ലിക്കേഷൻസ് പെർഫോം ചെയ്യാൻ തുടങ്ങും. സോ മെല്ലെ മെല്ലെ അത് യൂസർ മോഡിലേക്ക് ട്രാൻസിഷൻ നടക്കും. ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദ ഹാർഡ്വെയർ വി ഹാവ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് എക്സിക്യൂട്ട് ഓൺലി ഇൻ കേർണൽ മോഡ്. നമ്മളൊരു പക്ഷേ ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ സിസ്റ്റം അതിൻ്റെ ജനറേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിന് പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈമിലൊക്കെ കേർണൽ മോഡിലേക്ക് ചേഞ്ച് ആവുന്നത്. ഇഫ് ദ യൂസർ അറ്റംപ്റ്റ് ടു റൺ പ്രിവിലേജ് ഇൻസ്ട്രക്ഷൻ ഇൻ യൂസർ മോഡ് ദെൻ ഇറ്റ് വിൽ ട്രീറ്റ് ഇൻസ്ട്രക്ഷൻ ആസ് ഇല്ലീഗൽ ആൻഡ് ട്രാപ്പ് ടു വോയിസ്. എന്നാൽ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, യൂസർ മോഡിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ട് മാറും. ഒരിക്കലും അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ സിസ്റ്റം ജനറേഷൻ ടൈമിൽ തന്നെ യൂസർ മോഡും കേർണൽ മോഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. സം ഓഫ് ദി പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആർ ഹാൻഡ്ലിംഗ് ഇൻ്ററപ്റ്റ്, ടു സ്വിച്ച് ഫ്രം യൂസർ മോഡ് ടു കേർണൽ മോഡ്, IO മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് നമ്മളിങ്ങനെ പ്രിവിലേജ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് നോക്കാം. അതായത് നമ്മൾ യൂസർ മോഡിൽ ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ചില ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് അത് കേർണൽ മോഡിലേക്ക് ചേഞ്ച് ആവും. എന്തൊക്കെയായിരിക്കും ഇൻസ്ട്രക്ഷൻസ്, ഒന്ന് ഇൻ്ററപ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ഹൈലി പ്രയോറിറ്റി ഉള്ള ഒന്നാണ്.
ആ ടൈമിൽ ഒരു നാനോ സെക്കൻഡ്സ് വേണ്ടി വരുള്ള ഇൻറ്ററപ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യും. അതിന് വേണ്ടിയിട്ട് കേണൽ മോഡിലേക്ക് ചേഞ്ച് ആവും. പിന്നെ സ്വിച്ച് ഫ്രം യൂസർ മോഡ് ടു കേണൽ മോഡ്. യൂസർ മോഡിൽ നിന്ന് കേണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പ്രിവിലേജഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനാണത്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് മാനേജ്മെൻറ്റും പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസാണ്. സോ സിസ്റ്റം കോളുകൾ വരുമ്പോൾ ഇൻറ്ററപ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കേണൽ മോഡിലും യൂസ് ചെയ്യും. യൂസർ ആപ്ലിക്കേഷൻ്റെ കേസ് വരുമ്പോൾ യൂസർ മോഡിലും യൂസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഇഷ്യൂസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കുറേ ഇഷ്യൂസ് പറഞ്ഞില്ലേ, ഒന്നിൻ്റെ എറർ മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യുന്നതിനുള്ള അത്ര ഇഷ്യൂസൊക്കെ നമ്മൾ ഇത് ത്രൂ ഒഴിവാക്കി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് കേണലെന്ന് നോക്കാം. It is the central component of an operating system that manage operations of computer and hardware. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മുടെ കേണലാണ്. ഇതിൻ്റെ ഒരു കോർ കമ്പോണൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ്. ഇതാണ് നമ്മുടെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഇറ്റ് ബേസിക്കലി മാനേജ് ഓപ്പറേഷൻസ് ഓഫ് മെമ്മറി ആൻഡ് CPU ടൈം. അതേപോലെ തന്നെ ഇത് മെമ്മറിനെയും CPU ടൈമിനെയും ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. കേണൽ ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ് പെർഫോം അറ്റ് ഹാർഡ്വെയർ ലെവൽ. അതേപോലെ തന്നെ നമ്മുടെ ഹാർഡ്വെയറിനകത്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും അതിൻ്റെ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് തന്നെ കേണൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇൻ്റർഫേസ് ആയിട്ടൊക്കെ കേണൽ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ യൂസർ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കോൾ അതൊക്കെ പെർഫോം ചെയ്യിക്കുന്നതൊക്കെ ആരാണ്, നമ്മുടെ കേണലാണ്. അതായത് പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻ്റാണ് എല്ലാം മാനേജ് ചെയ്യുന്ന. ടാസ്ക് മാനേജ്മെൻറ്റ് ആവട്ടെ, ഡിവൈസ് മാനേജ്മെൻറ്റ് ആവട്ടെ, ഒക്കെ മെയിനായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ ഓർ കോർ കമ്പോണൻ്റാണ് നമ്മുടെ കേണൽ. Kernel loads first into memory when an operating system is loaded and remain into memory until operating system is shut down again. നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫസ്റ്റ് ടൈം ഓൺ ആവുന്ന സമയം തൊട്ട് കേണലും മെമ്മറിയിലേക്ക് ലോഡായി മാറും. പിന്നെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നവരെ ആ കേണൽ മെമ്മറിയിൽ റിമെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യും. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വേരിയസ് ടാസ്ക് സച്ച് ആസ് ഡിസ്ക് മാനേജ്മെൻറ്റ്, ടാസ്ക് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്. നമ്മളുടെ കേണലിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, ടാസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, മെമ്മറി മാനേജ്മെൻറ്റ് ഉണ്ട്. എല്ലായിടത്തും ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. It decides which process should be allocated to processor to execute and which process should be kept in memory to execute. ഏത് പ്രോസസ്സർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, ഏത് പ്രോസസ്സ് മെമ്മറിയിൽ കീപ്പ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ കേണലാണ്. നമ്മുടെ കേണൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിത് എടുക്കരുത്, ഞാൻ കേണലിന് എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. ഓക്കെ, ഇറ്റ് ബേസിക്കലി ആക്ട് ആസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആപ്ലിക്കേഷൻ ആൻഡ് ഹാർഡ്വെയർ. അതേപോലെ തന്നെ ഇത് യൂസർ ആപ്ലിക്കേഷൻ്റെയും ഹാർഡ്വെയറിൻ്റെയൊക്കെ ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദ മേജർ എയിം ഓഫ് കേണൽ ഈസ് ടു മാനേജ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ, യൂസർ ലെവൽ ആപ്ലിക്കേഷൻസ്, CPU ആൻഡ് ഡിസ്ക് മെമ്മറിനൊക്കെ ഇടയിലൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്, മാനേജറായിട്ടാണ് കേണൽ ആക്ട് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് കേണൽ ടു എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യൂസർ ലെവൽ ആപ്ലിക്കേഷൻ ആൻഡ് ഹാർഡ്വെയർ. നമ്മുടെ യൂസർ ലെവൽ ആപ്ലിക്കേഷൻ ഹാർഡ്വെയറൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർഫേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേണലാണ്. ടു ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് ഇൻകമിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യും. പിന്നെ ടു കൺട്രോൾ ഡിസ്ക് മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യും, മെമ്മറി മാനേജ്മെൻറ്റ് കൺട്രോളിങ്, ടാസ്ക് മാനേജ്മെൻറ്റ് കൺട്രോളിങ്. ഇത്രയൊക്കെയാണ് കേണലിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി മോഡ് സ്വിച്ച്, പ്രോസസ് സ്വിച്ച് എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് മോഡ് ഇവിടെ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? യൂസർ മോഡ് പറഞ്ഞു, കേണൽ മോഡും പറഞ്ഞു. ഈ രണ്ട് ഒരു മോഡിൽ നിന്ന് മറ്റൊരു മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോഡ് സ്വിച്ച് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം അപ്പോൾ എന്താണ്, യൂസർ മോഡിലാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താവണം? ആ മോഡൊന്ന് സ്വിച്ച് ചെയ്യണം. അതായത് നമ്മുടെ യൂസർ മോഡിൽ നിന്ന് കേണൽ മോഡിലേക്ക് അതൊന്ന് സ്വിച്ച് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇൻറ്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് മോഡ് സ്വിച്ച് എന്ന് പറയാം. മോഡ് സ്വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് ആൾട്ടറിങ് ദ പ്രോസസ് പ്രിവിലേജ് ബിറ്റ്വീൻ മോഡ്സ് ലൈക്ക് യൂസർ ആൻഡ് കേണൽ. യൂസർ മോഡ് എടുത്താലും കേണൽ മോഡ് എടുത്താലും ഏതിനാണ് പ്രിവിലേജ് കൊടുക്കേണ്ടത് അതിലേക്ക് ആൾട്ടർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോഡ് സ്വിച്ച് എന്ന് പറയാം. പ്രോസസ് സ്വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് സ്വിച്ചിങ് ദ പ്രോസസ് സ്റ്റേറ്റ് ബിറ്റ്വീൻ ദ സ്റ്റാറ്റസ് സച്ച് ആസ് റെഡി ആൻഡ് ബ്ലോക്ക്. എന്നാൽ നമ്മുടെ പ്രോസസ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സിനകത്ത് പല സ്റ്റേറ്റുകളും, ലൈഫ് സൈക്കിളിനകത്തും 5 സ്റ്റേറ്റ് മോഡലിനകത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല സ്റ്റേറ്റുകളുണ്ട്. റെഡി, പിന്നെ വെയിറ്റിംഗ്, റണ്ണിങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ റെഡി ടു ബ്ലോക്ക് മീൻസ് നമ്മുടെ വെയിറ്റിംഗ് ഓർ സസ്പെൻഡഡ് പ്രോസസ്സ് എന്നൊക്കെ പറയാം. ആ റെഡിന്ന് ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ വെയിറ്റിങ്ങിലേക്ക് ഉള്ള ആ ഒരു സ്റ്റേറ്റ് ചേഞ്ചിനെയാണ് നമ്മളെന്ത് പറയുക? പ്രോസസ് സ്വിച്ച് എന്ന് പറയുക. അതായത് എപ്പോഴും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ചിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുക. അത് പ്രോസസ് സ്റ്റേറ്റിൻ്റെ കേസ് വരുമ്പോൾ പ്രോസസ് സ്വിച്ച് ആവും, യൂസർ മോഡ് കേണലാകുമ്പോൾ അത് മോഡ് സ്വിച്ച് ആവും. ദിസ് ഇസ് ദ മെയിൻ ഡിഫറൻസ്.
ഇൻ മോഡ് സ്വിച്ച് ദ പ്രിവിലേജ് ഓഫ് പ്രോസസ് ചേഞ്ചസ്. നമ്മുടെ മോഡ് സ്വിച്ചിൻ്റെ കേസ് വരുമ്പോൾ നമ്മളുടെ പ്രോസസ്സിൻ്റെ പ്രിവിലേജാണ് ചെയ്യുന്നത്. അതായത് അതുവരെ ചെയ്തിരിക്കുന്ന ആ പ്രോസസ്സ് വേറൊരു പ്രോസസ്സിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. എന്നാൽ പ്രോസസ് സ്വിച്ചിനകത്തോ സ്റ്റേറ്റ് ഓഫ് പ്രോസസ്സാണ് ചേഞ്ച് ചെയ്യുക. അതായത് റെഡി ടു വെയിറ്റിംഗ് ആണോ, വെയിറ്റിംഗ് ടു റണ്ണിങ് ആണോ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റുകളിലാണ് ചേഞ്ചസ് വരുന്നത്. കൺസേണിങ് ദ ഫങ്ഷണാലിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ മോഡ് സ്വിച്ച് ആൻഡ് പ്രോസസ് സ്വിച്ച്. ഇതാണ് നമ്മളുടെ ഫങ്ഷണാലിറ്റിൻ്റെ ബേസിൽ മോഡ് സ്വിച്ചും പ്രോസസ് സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതായത് യൂസർ മോഡും കേർണൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോഡിനകത്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ പ്രോസസ്സിന് നമ്മൾ മറ്റേ പ്രോസസ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ആ ഒരു ആൾട്ടറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, മോഡ് സ്വിച്ച് എന്ന് പറയുക. പ്രോസസ് സ്വിച്ച് ആകുമ്പോൾ എന്താണ്, ജസ്റ്റ് സ്റ്റേറ്റ് ആണ് ആൾട്ടർ ചെയ്യുന്നത്. റെഡി സ്റ്റേറ്റിൽ നിന്ന് ഒരു പക്ഷേ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക്, വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഒരു പക്ഷേ റെഡി സ്റ്റേറ്റിലേക്ക്, റെഡി സ്റ്റേറ്റിൽ നിന്ന് ഒരു പക്ഷേ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് എന്നുള്ള രീതിയിലുള്ള ആൾട്ടറേഷനാണ് പ്രോസസ് സ്വിച്ച്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. പ്രോസസ് സ്വിച്ചും മോഡ് സ്വിച്ചും ഒരിക്കലും കൺഫ്യൂഷൻ ആയത് ഒരു പക്ഷേ ഡിഫറൻസൊക്കെ ജസ്റ്റ് ചോദിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം മോഡ്സൊക്കെ പറയാം. അതായത് എത്ര മാർക്കിനാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ആദ്യം മോഡ്സിനെ കുറിച്ചൊക്കെ പറയാം. പിന്നെ യൂസർ മോഡ് പറയാം, കേർണൽ മോഡ് പറയാം, എന്നിട്ട് മോഡ് സ്വിച്ച് എന്താണെന്ന് പറയാം. ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ചേഞ്ചിനാണ് മോഡ് സ്വിച്ച് എന്ന് പറയാം. പിന്നെ പ്രോസസ് സ്വിച്ച് ചോദിക്കുമ്പോൾ പ്രോസസ് സ്വിച്ചിനെ കുറിച്ച് പറയേണ്ട ആദ്യം പ്രോസസ്സിൻ്റെ സ്റ്റേറ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എത്ര മാർക്കിനാണ് ഇത് ചോദിച്ചിട്ട് അതിനനുസരിച്ച് പറയാം, നോക്കിയിട്ട് അതിനനുസരിച്ച് പറയുക. കുറച്ചുള്ളെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്തിട്ടൊക്കെ പ്രോസസ് ലൈഫ് സൈക്കിളിൻ്റെ കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റിൽ മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു ചേഞ്ചിനെയാണ് പ്രോസസ് സ്വിച്ച് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്നും പിന്നെ ആ മോഡുകളും പിന്നെ ആ പ്രോസസ്സുകളും പറയണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ പോയിന്റ് തന്നുള്ളൂ. അപ്പോൾ എത്ര മാർക്കിനാണ് ചോദിക്കുന്നതനുസരിച്ച് നിങ്ങളൊന്ന് എലാബറേറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.